മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി രൂപീകരിച്ച ഉപസമിതി അണക്കെട്ടിൽ പരിശോധന നടത്തി. ചെയർമാൻ ഗിരിധരന്റെ നേതൃത്വത്തിലുള്ള 5 സംഘമാണ് അണക്കെട്ടിലെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചത്. കാലവർഷത്തിന്റെ ആരംഭത്തിൽ നടത്താറുള്ള സാധാരണ പരിശോധനകൾ മാത്രമാണിതെന്ന് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. തമിഴ്നാട് ജലവിഭവ വകുപ്പിനെ പ്രതിനിധീകരിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ സാം ഇർവിൻ, സെൽവം എന്നിവരും കേരളത്തിന്റെ പ്രതിനിധികളായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെവിൻസ് ബാബു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK സിജി എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ജലനിരപ്പ് 130 അടി പിന്നിട്ട സാഹചര്യത്തിൽ അണക്കെട്ടിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളുടെയും മുൻകരുതൽ നടപടികളുടെയും കുറിച്ച് സമിതി വിലയിരുത്തി. സ്പിൽവേയിലെ 3 ഷട്ടറുകൾ ഉയർത്തി പരിശോധിച്ചു. പരിശോധനയുടെ റിപ്പോർട്ട് മേൽനോട്ട സമിതിക്ക് സമർപ്പിക്കും. മുല്ലപ്പെരിയാർ കേസിൽ സുപ്രീംകോടതി നിയോഗിച്ച മേൽനോട്ട സമിതിയുടെ ഉപസമിതിയാണ് ഇന്നലെ അണക്കെട്ട് സന്ദർശിച്ചത്. അണക്കെട്ടിൽ ബലപ്പെടുത്തലിന്റെ ഭാഗമായി സ്ഥാപിച്ച പ്രവൃത്തികളിലൊന്നായ കേബിൾ ആങ്കറിംഗ് ഏരിയ, അണക്കെട്ടിലെ ചോർച്ച വെള്ളം, സ്ലോയിസുകളുടെ ചലനം എന്നിവയും പരിശോധിച്ചു.